നമസ്കാരം. M4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത പുതുക്കാട് കാറിടിച്ച് പരിക്കേറ്റ ഹോംഗാർഡ് മരിച്ചു. കേസ് ഒത്തുതീർക്കാൻ പോലീസുകാർ പണം വാഗ്ദാനം ചെയ്തെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്. ഇന്ത്യയുടെ ദേശീയ പതാകയുമേന്തി കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കി ഏനാമാവ് കെട്ടുങ്ങൽ സ്വദേശി നാട്ടിൽ തിരിച്ചെത്തി. യാത്രക്കാർക്ക് ഓണസമ്മാനമായി പാലരുവി ട്രെയിന് കല്ലേറ്റുംകരയിലെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചു. നാട്ടിലെ ഗുരുക്കന്മാർക്ക് ഓണപ്പുടവയൊരുക്കി കുരുന്നുകൾ. തൈക്കാട്ടുശ്ശേരി ALP സ്കൂളിലെ കുട്ടികൾ. സംസ്ഥാന സർക്കാരിന്റെ ഉത്രാടക്കിഴി താലൂക്ക് ആശുപത്രിക്ക് സമീപം ചാഴൂർ കോവിലകത്ത് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ എത്തി. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ പുതുക്കാട് കാറിടിച്ച് പരിക്കേറ്റ ഹോംഗാർഡ് മരിച്ചു. പുതുക്കാട് സ്റ്റേഷനിലെ ഹോംഗാർഡായ വലന്തരപ്പള്ളി സ്വദേശി പുത്തൻ വീട്ടിൽ 52 വയസ്സുള്ള ജോസ് ആണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30യോടെയായിരുന്നു അപകടം. പുതുക്കാട് സ്റ്റേഷനിൽ നിന്ന് ആമ്പല്ലൂരിലേക്ക് ജോലിക്ക് പോകുന്നതിനായി ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാർ വന്ന് ഇടിക്കുകയായിരുന്നു. തലയ്ക്കും കാലിനും പരിക്കേറ്റ ജോസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഭാര്യ മിനി, മക്കൾ അബിൻ, ആൽബിൻ. കേസ് ഒത്തുതീർക്കാൻ പോലീസുകാർ പണം വാഗ്ദാനം ചെയ്തെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വച്ച് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത് ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത്. കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് നേരിട്ടും ഇടനിലക്കാർ വഴിയും പണം വാഗ്ദാനം ചെയ്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. സുജിത്തിന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. മാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ ആണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. ഇന്ത്യയുടെ ദേശീയ പതാകയുമേന്തി കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കി ഏനാമാവ് കെട്ടുങ്ങൽ സ്വദേശി നാട്ടിൽ തിരിച്ചെത്തി. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഏനാമാവ് കെട്ടുങ്ങൽ സ്വദേശി പുഴങ്ങരയില്ലത്ത് സഫീറാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ കിളിമഞ്ചാരയുടെ നെറുകയിൽ കാൽപ്പാടുകൾ പതിപ്പിച്ചത്. അമേരിക്കക്കാരനായ പോൾ വർത്ത്, സ്കോട്ട്ലാൻഡുകാരനായ അലി എന്നിവരും വഴികാട്ടികളായി 2 പ്രൊഫഷണൽ ഗൈഡുകളും പർവ്വതാരോഹണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ലൊമോഷെ റൂട്ട് വഴി ഏകദേശം 100ലേറെ കിലോമീറ്റർ ദൂരം 7 ദിവസം കൊണ്ട് പിന്നിട്ടാണ് 5895 മീറ്റർ ഉയരമുള്ള മഞ്ഞ് മൂടിക്കിടക്കുന്ന കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കിയത്. യാത്രക്കിടയിൽ മഴ, മഞ്ഞ്, കഠിനമായ സൂര്യപ്രകാശം തുടങ്ങിയ വിവിധ കാലാവസ്ഥകൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 19,341 അടി ഉയരത്തിൽ ത്രിവർണ പതാക ഉയർത്തിയപ്പോൾ ജീവിതത്തിലെ വലിയ സ്വപ്നം സ്വന്തമാക്കിയ ആവേശമായിരുന്നു എന്ന് സഫീർ പറഞ്ഞു. പിതാവ് സിദ്ദിഖിന്റെയും ഭാര്യ അസീസിയുടെയും പിന്തുണയും പ്രോത്സാഹനവും സഫീറിന്റെ സാഹസിക യാത്രകൾക്ക് എന്നും ഉണ്ടായിരുന്നു. ചിത്രകാരൻ കൂടിയായ സഫീർ കഴിഞ്ഞ 20 വർഷമായി ഖത്തർ എനർജിയിലാണ് ജോലി ചെയ്യുന്നത്. യാത്രക്കാർക്ക് ഓണസമ്മാനമായി പാലരുവി ട്രെയിൻ കല്ലേറ്റുംകരയിലെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചു. കേന്ദ്ര സഹമന്ത്രിയും ലോക്സഭാ അംഗവുമായ സുരേഷ് ഗോപി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്നി വൈഷ്ണവുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തൂത്തുക്കുടി പാലക്കാട് പാലരുവി എക്സ്പ്രസിന് ഇരിങ്ങാലക്കുടയിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് റെയിൽവേ ബോർഡിന്റെ അനുമതി പുറത്തിറങ്ങി. ഈ ട്രെയിന് ഇരിങ്ങാലക്കുടയിൽ സ്റ്റോപ്പ് വേണമെന്ന് ദീർഘകാലമായി യാത്രികർ ആവശ്യപ്പെട്ടിരുന്നതാണ്. പുതിയ സ്റ്റോപ്പ് സെപ്റ്റംബർ 8-ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. നാട്ടിലെ ഗുരുക്കന്മാർക്ക് ഓണപ്പുടവയൊരുക്കി കുരുന്നുകൾ. തൈക്കാട്ടുശ്ശേരി ALP സ്കൂളിലെ കുട്ടികളാണ് നാട്ടിലെ അധ്യാപകർക്ക് ഓണപ്പുടവ ഒരുക്കി നൽകിയത്. ക്ലാസ് മുറിക്ക് അപ്പുറത്തേക്ക് കുട്ടികളിൽ ഒരു ലോകം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് അധ്യാപകരുടെ നേതൃത്വത്തിലാണ് കുരുന്നുകളിലെ കലാവാസനയെ പരിപോഷിപ്പിച്ചെടുത്തത്.
ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് അഡ്വഞ്ചറസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾ വെജി വസ്ത്ര എന്ന പേരിൽ വിദ്യാലയത്തിന്റെ സ്വന്തം ബ്രാൻഡിൽ ഓണപ്പുടവ ഒരുക്കിയിരിക്കുന്നത്. പ്രധാന അധ്യാപിക പ്രസന്നയുടെയും മാനേജ്മെന്റിന്റെയും സഹകരണത്തോടെ വിദ്യാലയത്തിലെ അധ്യാപകരായ കീർത്തി, ലക്ഷ്മി, ഷൈജ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് നടത്തിയിരുന്നത്. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ സമഗ്രമായ വിദ്യാഭ്യാസത്തിന് നിർണായകമാണെന്ന തിരിച്ചറിവാണ് കുട്ടികളെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുത്തുന്നതെന്ന് അധ്യാപികയായ കീർത്തി പറഞ്ഞു. തൈക്കാട്ടുശ്ശേരി ALP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന ചടങ്ങിലാണ് കുട്ടികൾ നിർമ്മിച്ച പുടവകൾ നൽകി അധ്യാപകരെ ആദരിച്ചത്. തൈക്കാട്ടുശ്ശേരി ഡിവിഷനിൽ നിലവിൽ അധ്യാപകരായി സേവനം അനുഷ്ഠിക്കുന്നവരും വിരമിച്ചവരുമായ 27 അധ്യാപകർക്ക് പുടവ നൽകി ചടങ്ങിന്റെ ഉദ്ഘാടനം കൌൺസിലർ CP പോളി നിർവഹിച്ചു. സ്കൂൾ മാനേജർ പ്രൊഫസർ TV ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബെന്നി ജേക്കബ് അധ്യാപകരെ ആദരിച്ചു. ലോഗോ പ്രകാശനം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഉത്രാടക്കിഴി താലൂക്ക് ആശുപത്രിക്ക് സമീപം ചാഴൂർ കോവിലകത്ത് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ എത്തി. രമണി തമ്പുരാൻ, ഇവരുടെ മകൾ ശ്രീലേഖ വർമ്മ എന്നിവർ സർക്കാരിന്റെ ഓണപാരിതോഷികമായ ഉത്രാടക്കിഴി സർക്കാരിന്റെ പ്രതിനിധിയായ തഹസിൽദാർ KA ജേക്കബിൽ നിന്ന് ഏറ്റുവാങ്ങി. ഇത് 13ാമത്തെ തവണയാണ് ഉത്രാടക്കിഴി ഈ കോവിലകത്തെത്തുന്നത്. ആദ്യകാലങ്ങളിൽ താലൂക്ക് ആസ്ഥാനത്തെത്തിയാണ് ഉത്രാടക്കിഴി സ്വീകരിച്ചിരുന്നത്. പിന്നീടത് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയിലായി. 1000 രൂപയടങ്ങിയതാണ് ഉത്രാടക്കിഴി. രാജഭരണകാലത്ത് കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് രാജാവ് നൽകിയിരുന്ന ഓണസമ്മാനമാണ് ഉത്രാടക്കിഴി. രാജഭരണം അവസാനിച്ചതോടെ ഈ സമ്പ്രദായം സർക്കാർ ഏറ്റെടുത്തു. വാർഡ് കൌൺസിലർ VJ ജോജി, ഹെഡ്ക്വാർട്ടേഴ്സ് തഹസിൽദാർ CV സുരേഷ് കുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ CA ഷൈജു, കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസർ MJ ആൻഡ്രു തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 10 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9795 രൂപ, പവന് 78,360 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത പുതുക്കാട് കാറിടിച്ച് പരിക്കേറ്റ ഹോംഗാർഡ് മരിച്ചു. കേസ് ഒത്തുതീർക്കാൻ പോലീസുകാർ പണം വാഗ്ദാനം ചെയ്തെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്. ഇന്ത്യയുടെ ദേശീയ പതാകയുമേന്തി കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കി ഏനാമാവ് കെട്ടുങ്ങൽ സ്വദേശി നാട്ടിൽ തിരിച്ചെത്തി. യാത്രക്കാർക്ക് ഓണസമ്മാനമായി പാലരുവി ട്രെയിന് കല്ലേറ്റിൻകരയിലെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചു. നാട്ടിലെ ഗുരുക്കന്മാർക്ക് ഓണപ്പുടവയൊരുക്കി കുരുന്നുകൾ. തൈക്കാട്ടുശ്ശേരി ALP സ്കൂളിലെ കുട്ടികൾ. സംസ്ഥാന സർക്കാരിന്റെ ഉത്രാടക്കിഴി താലൂക്ക് ആശുപത്രിക്ക് സമീപം ചാഴൂർ കോവിലകത്ത് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ എത്തി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.